നമസ്കാരം. കേരളത്തിൽ ആണവ നിലയം വരുമോ? ഇതിൽ രണ്ടു തട്ടിലാണ് ജനം. ഇതിന്റെ ഗുണവും ദോഷവും അറിയാതെ പലരും പ്രതികരിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിൽ അവരുടെ രാഷ്ട്രീയ ലാഭം മാത്രമാണ് നോക്കുക എന്നുള്ളതും വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ കേരളത്തിൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കാൻ ഒരുങ്ങിയാൽ വൻ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഇതോടെ ഇതിന് പരിഹാരമെന്നോണം കേരളത്തിലെ തോറിയം ഉപയോഗിച്ച് കേരളത്തിന് പുറത്ത് ആണവ നിലയങ്ങൾ എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവരികയാണ്. പൊതുസമവായം ഉണ്ടെങ്കിലേ കേരളത്തിൽ ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനാവൂ എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുമ്പോഴും KSEB പക്ഷേ പ്രതീക്ഷയിലാണ്. കേരളത്തിൽ സുലഭമായ തോറിയം ഉപയോഗിച്ച് കേരളത്തിന് പുറത്ത് നിലയം സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് കേന്ദ്രത്തിന് നൽകിയ നിവേദനത്തിൽ KSEB മുന്നോട്ട് വയ്ക്കുന്ന സുപ്രധാന നിർദ്ദേശം. ഇതിലൂടെ ആണവ നിലയത്തിനെതിരായ പ്രതിഷേധം ഒഴിവാക്കാൻ കഴിയും. ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ ആണവ നിലയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാകുന്നത് CPM ആഗ്രഹിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കേരളത്തിന് പുറത്തുള്ള ആണവ നിലയ സാധ്യത KSEB തേടുന്നതും. അതേസമയം യൂണിറ്റിന് 1 രൂപയിൽ വൈദ്യുതി നിർമ്മാണമാണ് കേരളത്തിന്റെ ലക്ഷ്യം. അതിനിടെ കേരളത്തിൽ ആണവ വിരുദ്ധ കൺവെൻഷനുമൊക്കെ തുടങ്ങി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അണുബോംബുകൾ കൊണ്ടു നടക്കാൻ പറ്റുമെങ്കിൽ ആണവ നിലയങ്ങൾ ഉറപ്പിച്ചു വെച്ച അണുബോംബാണ്. രണ്ടിലും പ്ലൂട്ടോണിയമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നതെന്ന് കൂടംകുളം SP ഉദയകുമാർ പറയുന്നുണ്ട്. ചീമേനിയിൽ നടന്ന ആണവ വിരുദ്ധ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആണവ നിലയം തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും വലിയ തോതിൽ നമുക്ക് വൈദ്യുതി നഷ്ടം സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല 600ഓളം വർഷത്തോളം ആണവ മാലിന്യങ്ങൾ സൂക്ഷിച്ചു വെക്കണം. ഇതിനായി വൻ തുക തന്നെ ആവശ്യമായി വരും. 20,000 വർഷത്തോളം ആണവ മാലിന്യങ്ങൾ ഭീഷണിയുമാണ്. പെരിങ്ങോം, ഭൂതത്താൻകെട്ട് ആണവ പദ്ധതികൾ വന്നപ്പോൾ എതിർത്ത് തള്ളിയതാണ് കേരളത്തിലെ ജനങ്ങൾ. മറ്റ് സംസ്ഥാനങ്ങൾ പോലല്ല കേരളം. ഇത് ഇവിടെ തടയാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി എവിടെയും തടയാനും കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്ഥലം ലഭ്യമാക്കിയാൽ കേരളത്തിന് ആണവ വൈദ്യുത നിലയം അനുവദിക്കാൻ തയ്യാറാണെന്നാണ് കേന്ദ്ര ഊർജ്ജ മന്ത്രി മനോഹർ ലാൽ ഖട്ടർ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. 150 ഏക്കർ സ്ഥലം വേണം. കാസർകോട്ടെ ചീമേനിയാണ് അനുയോജ്യമെന്നും മന്ത്രി പറയുകയും ചെയ്തു. കേരളത്തിലെ വൈദ്യുതി നഗര വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ എത്തിയതായിരുന്നു അദ്ദേഹം. എന്തുകൊണ്ട് ആണവ നിലയമായിക്കൂടെന്ന് ചോദ്യം ഉന്നയിച്ചത് കേന്ദ്രമന്ത്രിയാണെന്ന് ഊർജ്ജ വകുപ്പ് വൃത്തങ്ങൾ പറയുന്നു. സ്ഥലം ലഭ്യമാക്കിയാൽ കേന്ദ്രം സാധ്യമായ സഹായം എല്ലാം ചെയ്യാം. നിലയം സ്ഥാപിച്ചാൽ കേരളത്തിലെ വൈദ്യുത പ്രതിസന്ധി വലിയ തോതിൽ പരിഹരിക്കാനാവുമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇതിനിടെയാണ് കേരളത്തിന് പുറത്തുള്ള പദ്ധതി എന്ന ആശയം KSEB മുന്നോട്ട് വെക്കുന്നതും. കേരളത്തിന്റെ കടൽ തീരത്ത് തോറിയമടങ്ങുന്ന മോണോസൈറ്റിന്റെ വലിയ തോതിലുള്ള നിക്ഷേപമുള്ള സാഹചര്യം പരിഗണിച്ച് സ്ഥലം കണ്ടെത്തി നൽകിയാൽ തോറിയം അധിഷ്ഠിത ആണവ നിലയത്തിന് അനുമതി നൽകുന്ന കാര്യം പരിശോധിക്കാമെന്നാണ് കേന്ദ്ര ഊർജ്ജ നഗരകാര്യ മന്ത്രി മനോഹർ ലാൽ ഖട്ടർ നിലപാട് എടുത്തത്. വൈദ്യുതിയുടെ സാങ്കേതിക വാണിജ്യ നഷ്ടം കേരളത്തിൽ 10% താഴെയാണെന്നും ഇത് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മന്ത്രി പറയുകയും ചെയ്തിരുന്നു. NTPCയുടെ ബാർക്ക് നിലയത്തിൽ നിന്ന് അനുവദിച്ച 177 മെഗാവാട്ട് വൈദ്യുതിയുടെ കാലാവധി മാർച്ച് 2025 അവസാനിക്കുന്നത് ജൂൺ 2025 വരെ നീട്ടിത്തരണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. പംപ്ഡ് സ്റ്റോറേജ്, ബാറ്ററി എനർജി സ്റ്റോറേജ്, ജലവൈദ്യുത പദ്ധതികൾക്കായി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യവും അനുഭാവത്തോടെ തന്നെ പരിശോധിക്കും. ആണവ വൈദ്യുത നിലയത്തിനായി സംസ്ഥാന സർക്കാർ നയപരമായ തീരുമാനമെടുത്തിട്ടില്ല. എന്നാൽ മുൻപ് ഊർജ്ജ വകുപ്പും വൈദ്യുതി ബോർഡും പദ്ധതി നിർദ്ദേശവുമായി കേന്ദ്രത്തെ സമീപിച്ചിരുന്നു. തൃശൂരിലെ അതിരപ്പള്ളിയും കാസർകോട്ടെ ചീമേനിയുമാണ് ബോർഡ് നിർദ്ദേശിച്ചത്. ഇതേക്കുറിച്ച് ചർച്ച വന്നപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അതിരപ്പള്ളി ഇതിനായി നിർദ്ദേശിക്കുന്നതിനെ എതിർക്കുകയും ചെയ്തു. ഇവിടെ ഡിസ്നിലാൻഡ് മാതൃകയിൽ വലിയൊരു ടൂറിസം കേന്ദ്രം ആസൂത്രണം ചെയ്യുകയാണെന്നാണ് അദ്ദേഹം അറിയിച്ചത്. അവലോകന യോഗത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രിയെ സന്ദർശിച്ചിട്ടുണ്ട്.
കേന്ദ്രമന്ത്രിക്ക് കേരളം നൽകിയ നിവേദനത്തിലും കേരളത്തിലെ ആണവ നിലയത്തെക്കുറിച്ച് പരാമർശമില്ല. മറിച്ച് കേരളത്തിന് പുറത്ത് ആണവ നിലയത്തിന്റെ സാധ്യതയാണ് തേടുന്നത്. ആണവ നിലയം സ്ഥാപിക്കുന്നതിനെ പറ്റി ആണവോർജ കോർപ്പറേഷനുമായി KCB ചെയർമാൻ ബിജു പ്രഭാകർ നേരത്തെ ചർച്ച നടത്തിയിരുന്നു. 220 മെഗാവാട്ടിന്റെ 2 നിലയങ്ങളിൽ നിന്നായി 440 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ് KCBയുടെ ലക്ഷ്യം. 7000 കോടി ചെലവ് വരും. ഇതിന്റെ 60% കേന്ദ്രം നൽകണമെന്നും KSEB ആവശ്യപ്പെട്ടിരുന്നു. അംഗീകാരമായാൽ 10 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാമെന്നാണ് കണക്കുകൂട്ടൽ. സംസ്ഥാനത്തിന് കുറഞ്ഞ വിലയ്ക്ക് 450 മെഗാവാട്ട് വൈദ്യുതി കൂടംകുളത്ത് നിന്നോ രാജസ്ഥാനിലെ ആണവ വൈദ്യുത പദ്ധതിയിൽ നിന്നോ ലഭിക്കുന്നതിന്റെ സാധ്യത ന്യൂക്ലിയർ കോർപ്പറേഷനുമായി ചർച്ച ചെയ്തിരുന്നു. ടെൻഡറിലൂടെ മാത്രമേ ഇവിടെ നിന്ന് വൈദ്യുതി ലഭിക്കൂ. എന്നാൽ ആണവ വൈദ്യുത പദ്ധതി തുടങ്ങുന്ന സംസ്ഥാനത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പകുതി ലഭിക്കും. ഇക്കാര്യം പരിഗണിച്ചാണ് കേരളവും ആണവ വൈദ്യുത നിലയമെന്ന ആശയത്തിലേക്ക് എത്തിയത്. കേരളം നേരിടാൻ പോകുന്ന വലിയ ഊർജ പ്രതിസന്ധിക്ക് അല്പമെങ്കിലും പരിഹാരം കാണാനാണ് ശ്രമം. നിലവിൽ 13,000 കോടി രൂപയുടെ വൈദ്യുതിയാണ് വർഷം തോറും കേരളം വാങ്ങുന്നത്. 2030 ഇത് 25,000 കോടി കവിയും. ജലവൈദ്യുതി പദ്ധതി തുടങ്ങാൻ പരിസ്ഥിതി പ്രശ്നങ്ങളും കാലതാമസവുമുണ്ട്. സോളാർ പദ്ധതിയിൽ പകൽ മാത്രമേ വൈദ്യുതി ലഭിക്കൂ. കാറ്റിൽ നിന്നുള്ള പദ്ധതിയും ഫലപ്രദമല്ല. ആണവ പദ്ധതിയാണ് ഏക വഴി. കേന്ദ്ര സബ്സിഡിയും ലഭിക്കും. സംസ്ഥാനത്തെ വൈദ്യുത നിലയങ്ങളുടെ സ്ഥാപിത ഉൽപാദന ശേഷി 3200 മെഗാവാട്ട് ആണെങ്കിലും പരമാവധി 1800 മെഗാവാട്ടാണ് ഉൽപാദനം. 2030 കേരളത്തിന്റെ ഊർജ ആവശ്യങ്ങൾക്കായി 10,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടി വരുമെന്ന് KSEB റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടികൾ. നന്ദി.